ബിഗ് ബോസിലോട്ട് കയറി 5 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും വീട്ടിൽ പോകണം എന്നുള്ള സങ്കടത്തിലാണ് രേണു. വീട്ടിലെല്ലാവരെയും ഞാൻ മിസ് ചെയ്യുന്നു, എൻ്റെ മക്കളെ മിസ് ചെയ്യുന്നു എന്നൊക്കെയാണ് രേണു പറയുന്നത്. ഇതേ രേണു തന്നെയാണ് പല ഇന്റർവ്യൂവിലും വന്ന് പറഞ്ഞത്, ഞാൻ ബിഗ് ബോസിന്റെ ടോപ്പ് 5 ഉണ്ടാവും, ഞാൻ കപ്പടിച്ചിട്ടേ വരൂ എന്നൊക്കെ പറഞ്ഞത്. എന്നാൽ സകല ഊർജ്ജം തീർന്ന രേണു സുധീനെയാണ് ഇപ്പൊ കാണുന്നത്. ബിഗ് ബോസ് വീട്ടിലേക്ക് പോകണമെന്ന് പറയുകയാണ് അനുവിനോട്. അപ്പൊ അനു പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ അച്ഛനും അമ്മേനെ ഞാൻ എൻ്റെ മക്കളെ പോലെ കരുതണേ, അവരൊന്ന് ആശുപത്രി കൊണ്ടാനോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ നടത്താനോ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവരെ ഞാൻ വീട്ടിലിരുത്തിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ പിന്നെ എനിക്ക് എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ചേച്ചിക്ക് അറിയോ? അപ്പൊ പിന്നെ ചേച്ചി എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്നൊക്കെയാണ് അനു ചോദിക്കുന്നത്. തൊട്ടടുത്തിരുന്ന ബിൻസി പറയുന്നുണ്ട്, എടി ഞാൻ ഓൾറെഡി ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞവളെ മോട്ടിവേറ്റ് ചെയ്താണ്, ഇനി നീ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞവളെ മോട്ടിവേറ്റ് ചെയ്യേ എന്ന് പറയുകയാണ്. അപ്പൊ അനു ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് ഇപ്പൊ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാ, ഇപ്പൊ വന്നിട്ട് ഒരു 5 ദിവസമല്ലേ ആയുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ രേണു പറയുന്നത്, എനിക്ക് ഇവിടെ ഇരിക്കുന്നത് ഒരു ഇഷ്ടമില്ല, എനിക്കിങ്ങനെ യാത്ര പോകുന്നതും ഷോർട്ട് ഫിലിമുകളും വീഡിയോസ് ഒക്കെ ചെയ്യുന്നതിനോടാണ് താല്പര്യമെന്നാണ് രേണു പറയുന്നത്. അതുകൊണ്ട് മാത്രമെന്ന് കരുതണ്ട. രേണു സുധീന് ഒരു കാര്യം മനസ്സിലായി, പലരും പല സ്ഥലത്തു നിന്നും രേണുവിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബോധ്യം, അല്ലെങ്കിൽ ഇവരോട് സംസാരിച്ച് നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ള ഒരു ചിന്ത രേണുവിന് വന്നെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഈ ഒരു പേടിയിലേക്ക് രേണു പോയത്. എല്ലാത്തിനും കയറി പ്രതികരിക്കും, എൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഞാൻ സംസാരിക്കുന്ന വ്യക്തിയാണ്, എന്നെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയ വലിച്ചു കീറുന്നു, അങ്ങനെ ഒരാൾക്കും ഇതുവരെ അനുഭവം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന രേണു ഇപ്പോൾ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കൂടുതൽ അപ്ഡേഷൻസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.